നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. താനൂരിൽ കടലിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി സംഗമത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. KCB ഓഫീസിൽ കിടന്നുറങ്ങി യുവാക്കളുടെ പ്രതിഷേധം. പൊന്നാനിയിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് 350 പവൻ മോഷ്ടിച്ച സംഭവത്തിൽ 2 ആഴ്ച പിന്നിട്ടിട്ടും ഇരുട്ടിൽ തപ്പി പോലീസ്. അംഗൻവാടി ടീച്ചർ പ്രസന്ന കാവുങ്ങലിന് പൗരസമിതിയുടെ ഹൃദ്യമായ യാത്രയയപ്പ്. കേരള സൂപ്പർ ലീഗും സ്പോർട്സ് അക്കാദമി തിരൂരും സംരംഭകരും തമ്മിലുള്ള ധാരണാപത്രം ഒപ്പിട്ടു. വിശദമായ വാർത്തകൾ. താനൂർ കടലിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. താനൂർ തൂവൽ തീരത്ത് 4 നോട്ടിക്കൽ മൈൽ കടലിലാണ് അജ്ഞാത മൃതദേഹം കടലിൽ ഒഴുകി നടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. കരക്കെത്തിച്ച മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. പോലീസിന് കൈമാറുന്നുണ്ടോ? മത്സ്യത്തൊഴിലാളികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് താനൂർ ഹാർബറിൽ നിന്നും ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് സ്ഥലത്തെത്തുകയും മൃതദേഹം കരക്കെത്തിക്കുകയുമായിരുന്നു. കരക്കെത്തിച്ച മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റി. ഫിഷറീസ് റെസ്ക്യൂമാരായ നാസർ, സവാദ്, അക്ബർ, യൂനസ് എന്നിവരാണ് നേതൃത്വം നൽകിയത്. വെട്ടം ന്യൂസ്, താനൂർ. തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി സംഗമത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഏപ്രിൽ 30 തലക്കടത്തൂർ സെഫിയ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കുന്ന ഭിന്നശേഷിക്കാർക്ക് വിവാഹബന്ധങ്ങൾക്ക് വഴിയൊരുക്കുക എന്നതാണ് സംഗമത്തിൻ്റെ ലക്ഷ്യം. നമസ്കാരം. തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 2ാം ഭിന്നശേഷി സംഗമം മലപ്പുറം ജില്ലയിലെ തിരൂര് തലക്കടത്തൂർ സെഫിയ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 30 രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തീകരിച്ചു. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് രജിസ്ട്രേഷന് ഒരുപാട് കൂടിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷയിലും ഒരുപാട് രജിസ്ട്രേഷൻ കൂടിയിട്ടുണ്ട്. ദൂരത്തുനിന്ന് കൊല്ലം, കാസർഗോഡ്, മറ്റുള്ള മേഖലയിൽ നിന്നൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്താസമ്മേളനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പ്രദേശത്ത് തിരൂരങ്ങാടി അങ്ങനെ നടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് താനൂർ പ്രദേശങ്ങളിലൊക്കെ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. കൂടുതൽ നമ്മൾ 3 ആളുകളെയാണ് രജിസ്ട്രേഷന് വെച്ചിട്ടുള്ളത്. അവർക്ക് ഒരുപാട് ഫോൺ കോൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെയും ഭാരവാഹികളൊക്കെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ 7 മണിക്ക് 5 രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ടാകും. അവിടെ വന്നിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രദേശത്തുള്ള എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കിതിൽ എടുത്തു പറയാനുള്ളത്
പിന്നെ തിരൂരുള്ള സിനാൻ ഫൈസി അടക്കം, അതുപോലെ തന്നെ സ്വാമി, അതുപോലെ തന്നെ പള്ളിയിലച്ചന്മാർ, ഒരുപാട് സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് ഈ പരിപാടിക്ക് ഞങ്ങളും പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേരളം മൊത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ രണ്ടാം ഭിന്നശേഷി സംഗമം അതുപോലെ തന്നെ എറണാകുളം, കാസർഗോഡ്, കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ പിന്നെ ഇത് കഴിഞ്ഞാൽ ഒരു 4 മാസം 5 മാസം കഴിഞ്ഞ് നിങ്ങളവിടെ വെക്കോ എന്നുള്ളതൊക്കെ അത് കമ്മിറ്റി ആലോചിച്ചിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ആളുകളും ഇവിടെ എത്തുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഈ ചൊവ്വാഴ്ച എടുക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുത്ത് വൻ വിജയത്തിലാക്കണം. കൂടത്തിൽ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ഫുഡിന് വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മുന്നോട്ട് വന്നുകൊണ്ട് സഹായിക്കാനും എല്ലാ സപ്പോർട്ടുമായിട്ട് നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇത് എല്ലാവരും വൻ വിജയമാക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഉൾപ്പെടണം. കാരണം 4 ചുമരുക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഈ ഭിന്നശേഷിക്കാർക്ക് അവർക്കൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്ന ഒരവസരമാണ് താനൂർ തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആ ഭിന്നശേഷി സംഗമത്തിൽ 125 വിവാഹങ്ങൾ അവിടുന്ന് സെറ്റായെങ്കിലും 91ഓളം വിവാഹങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച കൊടിഞ്ഞിയിൽ വെച്ച ഒരു പാവപ്പെട്ട ഭിന്നശേഷിയായവരുടെ വിവാഹം നടന്നു. അങ്ങനെ ഇപ്പം ഇത് 30ഓളം വിവാഹം കഴിഞ്ഞ് അത് ഡേറ്റുകളൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു വിജയത്തിൽ തന്നെയാണ്. അതിൽ നിന്ന് നിരാശപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി അവർ നിരന്തരം വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ രണ്ടാം ഭിന്നശേഷി സംഗമം കഴിഞ്ഞ രജിസ്ട്രേഷനേക്കാട്ടും കൂടുതൽ രജിസ്ട്രേഷനാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. കാരണം അവരും നമ്മളെപ്പോലെ ബുദ്ധിയും എല്ലാ കാര്യങ്ങളുള്ള, അവർക്കും വേണം ഒരു ജീവിതം, അവർക്കും വേണം കുടുംബം. ഈ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങും. പല ഭാഗത്തുനിന്നും സപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നിങ്ങളൊക്കെ വിലയേറിയ പ്രാർത്ഥനകളും ഉണ്ടാവണമെന്ന്. തിരൂരങ്ങാടിയുടെ വിവിധ ഭാഗങ്ങളിൽ അർദ്ധരാത്രി വൈദ്യുതി മുടക്കം പതിവായതോടെ KSEB ഓഫീസിൽ കിടന്നുറങ്ങി യുവാക്കളുടെ പ്രതിഷേധം. ചെമ്മാട്, കൊടിഞ്ഞി, പള്ളിപ്പടി, ചെറുമുക്ക്, കരിപ്പറമ്പ് തുടങ്ങിയ മേഖലകളിൽ വൈദ്യുതി മുടങ്ങുന്നത് പതിവായതോടെയാണ് കൊടിഞ്ഞിയിലെ ഒരു സംഘം യുവാക്കൾ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി KSEB ഓഫീസിലെത്തി കിടന്നുറങ്ങി പ്രതിഷേധിച്ചത്. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ചൂട് അസഹ്യമായതിനാൽ ഉറങ്ങാൻ കഴിയാത്തതിനാലും KSEB ഓഫീസിലേക്ക് വിളിച്ചാൽ കൃത്യമായ മറുപടി ലഭിക്കാത്തതിനാലുമാണ് പ്രതിഷേധമെന്ന് യുവാക്കൾ പറഞ്ഞു. അർദ്ധരാത്രി വിവിധ സമയങ്ങളിൽ ഇടവിട്ടാണ് വൈദ്യുതി മുടങ്ങുന്നത്. എന്നാൽ തിരൂരങ്ങാടി മേഖലയിലേക്ക് പരപ്പനങ്ങാടി, എടരിക്കോട് ഫീഡറുകളിൽ നിന്നാണ് വൈദ്യുതി എത്തുന്നതെന്നും എല്ലായിടത്തും വിതരണത്തിനായി ഓരോ ട്രാൻസ്ഫോമറുകൾ നിശ്ചിത സമയത്ത് ഓഫാക്കി ലോഡ് കുറയ്ക്കുകയാണ് ചെയ്യുന്നതെന്നും KSEB തിരൂരങ്ങാടി അസിസ്റ്റന്റ് എഞ്ചിനീയർ K. ഷാനവാസ് പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂരങ്ങാടി. പൊന്നാനിയിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് 350 പവൻ മോഷ്ടിച്ച സംഭവത്തിൽ 2 ആഴ്ച പിന്നിട്ടിട്ടും അന്വേഷണ പുരോഗതിയില്ലാതെ ഇരുട്ടിൽ തപ്പി പോലീസ്. ഈ മാസം 13 പുലർച്ചെയാണ് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപത്തെ പ്രവാസി മണപ്പറമ്പിൽ രാജീവിന്റെ വീട്ടിൽ കവർച്ച നടന്നത്. പ്രതികളെ കണ്ടെത്താൻ തിരൂർ DYSP PP ഷംസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ചിരുന്നു. മോഷണം നടന്ന വീടിന് സമീപത്തെ CCTV ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിച്ചു. ഡോഗ് സ്ക്വാഡ് പരിശോധനയിൽ സമീപത്തെ സംസ്ഥാന പാത വരെ നായ എത്തിയിരുന്നു. സംഘം കാറിലെത്തിയാണ് മോഷണം നടത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസ്. മൊബൈൽ ടവർ പരിശോധനയും പോലീസിന് വലിയ കടമ്പയാണ്. സമീപം സിനിമാ തിയേറ്റർ ഉള്ളതിനാൽ മോഷണം നടന്ന രാത്രിയിൽ 1000-ലധികം ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തേണ്ട സ്ഥിതിയാണ്. ഇതിനിടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി വന്നതോടെ ദിവസങ്ങളോളം അന്വേഷണം നിർത്തിവെക്കേണ്ടി വന്നു. 2 ആഴ്ച പിന്നിട്ടിട്ടും പ്രതിയിലേക്ക് എത്തുന്ന സൂചനകൾ ലഭിച്ചിട്ടില്ല. വെട്ടം ന്യൂസ്, പൊന്നാനി. തിരൂരിലെ ആദ്യകാല അങ്കണവാടികളിൽ ഒന്നായ തിരൂർ തുമരക്കാവ് മിച്ചഭൂമി അങ്കണവാടിയിൽ ആദ്യകാലം മുതൽ പ്രവർത്തിച്ചു വന്നിരുന്ന പ്രസന്ന ടീച്ചർക്ക് 6ാം വാർഡ് പൗരസമിതി ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. തിരൂർ നഗരസഭ വൈസ് ചെയർമാൻ P. രാമൻകുട്ടി ഈ യാത്രയയപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിസ്സാര കാലയളവല്ല. ആ പ്രസന്നയെ സംബന്ധിച്ചിടത്തോളം സങ്കടപ്പെടുന്ന കാര്യത്തിലൊന്നുമില്ല. 36 കൊല്ലം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ഏറ്റവും വലിയൊരു മുതലാളിയായിട്ടുണ്ട് പ്രസന്ന. ആ മുതലാളി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ശിഷ്യ സമ്പത്താണ്. അത് ചെറിയ കുട്ടികളെ പഠിപ്പിച്ച് നാളെ അവരും ടീച്ചറെ എന്ന് പ്രസന്നയെ വിളിക്കുമ്പോൾ ഏറ്റവും വലിയ സമ്പത്തിന്റെ ഉടമയായിട്ട് പ്രസന്ന മാറുക. അത് സമൂഹത്തിലെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരുണ്ട്, എല്ലാവിധ കുടുംബാംഗങ്ങളുണ്ട്.
36 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അംഗനവാടി ടീച്ചർ പ്രസന്ന കാവുങ്ങലിന് പൗരസമിതി യാത്രയപ്പ് നൽകി. ഗോപാലകൃഷ്ണൻ അടിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഹംസ VP പൊന്നാട അണിയിച്ചു. പൗരസമിതിയുടെ പ്രത്യേക ഉപഹാരം A. ദേവദാസ് ബാബു കൈമാറി. പുഷ്കരൻ KP, അസൈനർ, അംബിക ടീച്ചർ, ബാബു KP, പ്രമീള, ബേബി C, പുഷ്പ തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. കേരള സൂപ്പർ ലീഗും സ്പോർട്സ് അക്കാദമി തിരൂരും സംരംഭകരും തമ്മിലുള്ള ധാരണാപത്രം ഒപ്പിട്ടു. വരാൻ പോകുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള 6 പ്രമുഖ ഫുട്ബോൾ ടീമുകളിൽ ഒന്നായ മലപ്പുറത്തിനെ പ്രതിനിധീകരിക്കുന്ന ടീമായ സാറ്റും KSLും തമ്മിലുള്ള ധാരണാപത്രമാണ് ഒപ്പുവെച്ചത്. ചടങ്ങിൽ സ്പോർട്സ് അക്കാദമി തിരൂർ ചീഫ് പാട്രൺ AP ഷംസുദ്ദീൻ, കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ, സറഫിയ ഗ്രൂപ്പ് ചെയർമാൻ ബേബി നീലാംബ്ര, അജ്മൽ ബിസ്മി, സ്കോർലൈൻ ഗ്രൂപ്പ് ചെയർമാൻ ഫിറോസ് മീരാൻ, സ്കോർലൈൻ ഗ്രൂപ്പ് CEO മാത്യു ജോസഫ്, സാറ്റ് തിരൂരിന്റെ പ്രസിഡന്റ് ഡോക്ടർ അൻവർ അമീൻ, സാറ്റ് സെക്രട്ടറിയും സ്പോർട്സ് ഫൗണ്ടേഷൻ കേരള ഡയറക്ടറുമായ ആഷിഖ് കൈനിക്കര എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.